ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ചത് കർത്താവെ നിൻ്റെ വലിയ സ്നേഹമാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ 2 കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വയ്ക്കുക, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ശാരീരികമായി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നീ ആരു തന്നെയും ആയിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതാവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, വിശ്വസിക്കുക, യേശു എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ശിരസ് മുതൽ ഉള്ളംകാല് വരെ. ഒരുപക്ഷെ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ചില രോഗങ്ങളും പീഡകളും വന്നതിന് ശേഷം നിങ്ങളുടെ താളം തെറ്റിയിട്ടുണ്ടാവും. വലിയ ഭാരത്തിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഈ സമയം ആ രോഗങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. യേശുവേ, എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ നീ ഭരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രക്തക്കുഴലുകളിലൂടെ യേശുവിൻ്റെ ശക്തി സഞ്ചരിക്കുന്നത് നമുക്ക് അനുഭവിക്കാം. ശ്വാസനിശ്വാസങ്ങളിൽ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. നമ്മുടെ ശരീരത്തിലുടനീളം സന്ധിബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തി അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന എന്നിങ്ങനെ ചെറിയ വാക്കുകളിൽ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരീരത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ദൈവമഹത്വം അത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. യേശുവിൻ്റെ നാമം നമ്മുടെ ശരീരത്തിൽ അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന എന്നിങ്ങനെ ചെറിയ വാക്കുകൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് നമ്മൾ വലിയ ഒരു അഭിഷേകം സ്വീകരിക്കുകയാണ്. കാലങ്ങളായിട്ട് ശരീരത്തെ പീഡിപ്പിക്കുന്ന ശാരീരിക രോഗങ്ങൾ, ചില പാരമ്പര്യ രോഗപീഠകൾ, ചില വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച കാര്യങ്ങൾ, ഒരുപക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ നീ അറിഞ്ഞ ഏതെങ്കിലും രോഗപീഠകൾ നിന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നുണ്ടാവും. ഈശോയെ, എൻ്റെ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം സമ്പൂർണമായിട്ട് യേശുവേ നിന്റെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഒരല്പം സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവര് നിങ്ങളുടെ സ്തുതി കേൾക്കത്തക്ക വണ്ണം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിച്ചട്ടെ. നാവിൻ്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ശരീരത്തിന്റെ എല്ലാ രോഗപീഠകളും കർത്താവ് സൗഖ്യപ്പെടുത്തട്ടെ. നിന്റെ ശരീരത്തിലേക്ക് ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവിന്റെ വലിയൊരു സൗഖ്യത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രാർത്ഥിച്ച ഓരോരുത്തരും നെറ്റിയിൽ കുരിശടയാളം വരച്ച് ശിരസ് മുതൽ ഉള്ളംകാല് വരെ കുരിശിനാൽ മുദ്രിതമാക്കുന്നു. തുടർന്ന് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിക്കുക. തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകൾ അടച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകളുടെ ശക്തി നിന്റെ വീട്ടിലേക്ക് പ്രവഹിക്കും. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും കുടുംബങ്ങളിലേക്കും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഏത് നിയോഗമാണോ, ഏത് ഭാരമാണോ, ഏത് ചിന്തയാണോ നിന്നെ അലട്ടുന്നത്, ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ട് മടുത്തു എന്ന് ചിന്തിക്കുന്നതുണ്ടാവും. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും.
രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയം ദൈവമേ, എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഒരു സ്തുതിപ്പായി ഞാൻ ഉയർത്തുന്നു. ദൈവമേ, എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഒരു സ്തുതിപ്പായി ഞാൻ ഉയർത്തുന്നു. ഒരുപക്ഷെ ചില വ്യക്തികളെ കുറിച്ച് ഭാരമുണ്ടാവും, ചില വ്യക്തികളെ കുറിച്ച്. ആ വ്യക്തികളെ സ്തുതിപ്പാക്കി ഉയർത്തിപ്പിടിക്കുക, അവരുടെ പേര് പറഞ്ഞ് സ്തുതിക്കുക. ഒരുപക്ഷെ ചില കുടുംബങ്ങൾ നിങ്ങൾക്ക് ഭാരമായിട്ടുണ്ടാവും, ആ കുടുംബങ്ങളെ ഓർത്ത് സ്തുതിക്കുക. ഒരുപക്ഷെ ചില സംഭവങ്ങൾ നിങ്ങൾക്ക് ഭാരമായിട്ടുണ്ടാവും. എന്താണോ നിന്നെ ഭാരപ്പെടുത്തുന്നത്, ആരാ ഭാരപ്പെടുത്തുന്നതിനെ ഒരു സ്തുതിപ്പാക്കി ഉയർത്തുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അറിയാവുന്നത് പോലെ നാവ് തുറന്ന് ഹൃദയം തുറന്ന് ശക്തമായി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. പോരാ പോരാ പോരാ, നാവ് തുറക്കട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്ക് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഓ ദൈവമേ, ഇതിന്റെ ശക്തി ഈ കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. കർത്താവേ, വെളിപ്പെടട്ടെ. വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൈയടിച്ച് പാടാം, കൈയടിച്ച്, കണ്ണുകളടച്ച് കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചോ. ശരീരത്തിൽ ഒരു ദൈവമഹത്വം ഉണ്ടാവട്ടെ. ഓ കർത്താവേ, എന്റെ ഈ ശരീരം നീ തന്ന ശരീരമാണ്. ഈ ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചേർന്നു നന്നായിട്ട് കൈയടിക്കാം. ദൈവമേ, ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ കൈയടിച്ച് പാടുന്നു. ഈ കൂട്ടായ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അഭിഷേകം നിറയട്ടെ കർത്താവേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. ആമേൻ. പുതിയ അഭിഷേകം, പുത്തൻ അഭിഷേകം. ആമേൻ. ഞങ്ങൾക്കിന്നു നൽകിടണേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തൂമഞ്ഞ് പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം, അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ. ആമേൻ. ശിഷ്യരിലഗ്നി പകർന്നതുപോലെ ആത്മനദിയായൊഴുകണമേ. ആമേൻ. ആത്മസ്നാനം നൽകണമേ. സിഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിലഗ്നി പകർന്നതുപോലെ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സിഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിലഗ്നി പകർന്നതുപോലെ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായിട്ടൊന്ന് ഈശോയെന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഈ കൂടാരത്തിൽ വെളിപ്പെടട്ടെ, ഈ കൂടാരത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിക്കും. ഇതാ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ മേൽ പറന്നിറങ്ങുന്ന അത്ഭുതത്തിന്റെ സമയം. വിശ്വസിച്ച് കൈയടിച്ച് കർത്താവ് ഇത് സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ച
ആമേൻ. ചെങ്കട നടുവിൽ വീതിയൊരു കാറ്റായി വീശിയടിച്ചതുപോ ഇസ്രായേലിനെ അത്ഭുതകരവും മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടലിനടുവിൽ വീഥിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസരി വീശും പാവന റൂഹായായി നീ വരണേ ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ കൃപയായി വരണേ പറന്നിറങ്ങണമേ സിഹിയോൻ ചാരയിലിറങ്ങിയപ്പോൾ ആമേൻ. ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സിഹിയോൻ ചാരയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ആമേൻ. സംഭവിക്കട്ടെ. ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷീണം, അസ്വസ്ഥത, മരവിപ്പ്, മടുപ്പ് എല്ലാം മാറപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ എല്ലാ തടസ്സങ്ങളും മാറാൻ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ഒരു ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. തടസ്സങ്ങളെല്ലാം കർത്താവ് എടുത്ത് മാറ്റട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അഭിഷേകത്തിന്റെ ആത്മാവ് ജ്വലിക്കട്ടെ, 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 ജ്വലിക്കട്ടെ. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. കണ്ണുകൾ അടച്ച് കൈയടിച്ച്. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. അസ്വസ്ഥതകൾ മാറട്ടെ. അഭിഷേകത്തിന്റെ ജ്വാല ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ പ്രകടമാവട്ടെ. കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടട്ടെ. അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായത്തില് 1 മുതലുള്ള വചനത്തിന്റെ ശക്തി ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കപ്പെടട്ടെ. പന്തക്കുസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഇതാ കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം അവരുടെ മേൽ വന്നു നിന്നു. തീനാവുകൾ അവരുടെ മേൽ പറന്നിറങ്ങി വന്നു. വചനം പഠിപ്പിക്കുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവജനത്തിന്റെ മേലും ഇതേ അഭിഷേകം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ അഭിഷേകം നിറഞ്ഞു നിൽക്കാൻ അതിശക്തമായിട്ട് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ആമേൻ, ആമേൻ, ആമേൻ. അഭിഷേകത്തിനയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവര പുതിയ അഭിഷേകം പകരുവാൻ ആദിമസഭയിൽ അത്ഭുതകരം അഭിഷേകത്തിനയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. കൃപയായി വരണേ, പറന്നിറങ്ങണമേ. ഓ കൃപയാൽ, കൃപയായി വരണേ. വരണേ, പറന്നിറങ്ങണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചു പാടി. സിഹിയോൻ ചാരയിലിറങ്ങിയപ്പോൾ ആമേൻ. ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ചേർന്ന്. ആത്മനദിയായൊഴുകണമേ, ആമേൻ. ആത്മസ്നാനം നൽകണമേ. സംഭവിക്കട്ടെ. സിഹിയോൻ ചാരയിലിറങ്ങിയപ്പോൾ യേശുവേ. ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ,
ആത്മസ്നാനം നൽകണമേ. സിഹിയോൻ ശാലയിൽ സിഹിയോൻ ശാലയിൽ ഇറങ്ങിയ പോലെ നീ പകർന്നതുപോലെ ആത്മനദിയായി ഒഴുകണമേ. ആമേൻ. ആത്മസ്നാനം നൽകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ കൂട്ടായ്മയിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അഭിഷേകത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി യേശു അത്ഭുതകരമായി നിന്നിൽ ഇടപെടുന്നു. യേശു അത്ഭുതകരമായി നിന്നിൽ ഇടപെടുന്നു. വല്ലാണ്ട് ഭാരപ്പെട്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരോട് കർത്താവ് പറയുന്നു, നിന്റെ ഭാരം നീ ഇവിടെ ഇറക്കി വെക്കുക. നീ ഇത് ചുമന്നുകൊണ്ട് നടന്ന് നിന്റെ ജീവിതത്തിൽ നടക്കാൻ വയ്യാത്ത വണ്ണം നീ വീണു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തല്ലേ. നിന്റെ ചുമലിലെ ഭാരം നീ ഇവിടെ ഇറക്കി വെക്കുക. ഈ ഭാരം നിനക്ക് ചുമക്കാൻ പറ്റില്ല, പക്ഷേ അതിവിടെ ഇറക്കി വെച്ചാൽ ഈ ഭാരത്തിന് ഉത്തരം പരിശുദ്ധാത്മാവ് നൽകും. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരോട് കർത്താവിൻ്റെ അതിശക്തമായ സന്ദേശം വെളിപ്പെടുകയാണ്. ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് സമ്മാനിക്കുന്നു. നീ ഈ ഭാരം ചുമന്ന് നടന്ന് ജീവിതത്തിൽ വീണു പോകേണ്ടവനല്ല, വീണു പോകേണ്ടവളല്ല. നിനക്ക് ഇതാ ഒരു അത്താണി, ഭാരം ഇറക്കി വെക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അത് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയമാണ്. നീ അത് സമർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കുക. ഇതെനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയൊരു ശുശ്രൂഷയാണെന്ന് വിശ്വസിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയൊരു ശുശ്രൂഷയാണ്, വിശ്വസിച്ചോളൂ. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയൊരു ശുശ്രൂഷയാണ്. മക്കളെ ഓർത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടൊരു ശുശ്രൂഷയാണ്. നിങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഏതെങ്കിലും ജീവിതത്തിൽ തെറ്റായൊരു തീരുമാനം പറ്റിപ്പോയി ഇനി എങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാമെന്ന് വിഷമിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് കർത്താവ് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ടും ഇന്നലകളിൽ സംഭവിച്ച തെറ്റായ കാര്യത്തെ ഓർത്തുകൊണ്ട് ആലോചിച്ചും നിന്റെ സമയം നീ കളയരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ബലം പ്രാപിക്കുക. കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭാരങ്ങൾ അത് ചുമന്ന് നടന്ന് നിന്റെ ജീവിതത്തിന്റെ സ്വസ്ഥത നീ കളയരുത്. കർത്താവ് ചിലരുടെ ചെവിയിൽ വന്ന് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നീ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയാണോ? 24 മണിക്കൂറും പരാതിയും പിറുപിറുപ്പും സങ്കടവും കണ്ണുനീരും മാത്രം മതിയോ? അതോ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നീ ജീവിക്കണ്ടേ? ഇതാ നിന്നോട് കർത്താവ് സംസാരിക്കുന്ന സമയം. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ എൻ്റെ മേൽ അത്ഭുതകരമായ ചില ബോധ്യങ്ങളും ആത്മീയ നിർദ്ദേശങ്ങളും നൽകട്ടെ. എൻ്റെ തലയ്ക്കകത്തുള്ള ഇരുട്ട് മാറട്ടെ. ചിലര് സംശയപ്രകൃതരുണ്ട്. എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാതെ വല്ലാതെ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ട്. കർത്താവ് നിന്നോട് പറയുന്നു, നീ വിഷമിക്കേണ്ട. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നിന്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നൊരു ശുശ്രൂഷയാണ്.
അഭിഷേകം പ്രാപിക്കുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയ